മനസ്സിൻ്റെ തേങ്ങൽ. ഈ കഥാസമാഹാരത്തിൽ നിന്നും ഏകദേശം 32ഓളം കഥകൾ നാം കേട്ടുകഴിഞ്ഞു. അവസാനമായി വായിക്കുന്ന ഇന്നത്തെ കഥ വഴിതെറ്റുന്നവർ. ചെറുകര ശ്രീകുമാർ ഒരു എഴുത്തുകാരനാണ്. ഒരു ഹെൽത്ത് സൂപ്പർവൈസറായിരുന്നു, റിട്ടയറായി. അദ്ദേഹം ധാരാളം കഥകൾ എഴുതി യുവജന സമാജം ഗ്രന്ഥശാലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. യുവജന സമാജം ഗ്രന്ഥശാല തയ്യാറാക്കിയ പുസ്തകമാണ് മനസ്സിൻ്റെ തേങ്ങൽ. ഇതിനകത്തുള്ള എല്ലാ കഥകളും ഞാൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ. അവസാനത്തെ കഥയാണ് വഴിതെറ്റുന്നവർ. ഈ കഥകളെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈൽ കാണുമെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്തോറും ആ കഥകൾ മനസ്സിലാകും. ആ എഴുത്തുകാരനെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഭംഗിയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വഴിതെറ്റുന്നവർ. വഴി തെറ്റുന്നതെങ്ങനെ? ഒരു പരിധിവരെ വഴിതെറ്റാൻ എന്താ കാരണം? ആദ്യ അക്ഷരം ആയിൽ തുടങ്ങുന്ന അഹങ്കാരം, അശ്രദ്ധ, അജ്ഞത, ആർത്തി ഇത് നമ്മൾ മാറ്റിയാൽ അപകടം ഒരു പരിധിവരെ ഉണ്ടാകില്ല. വിനീത കൂട്ടുകാരിയോട് ഉപദേശരൂപത്തിൽ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ഉമ തിരിച്ചു ചോദിച്ചു, ഇതിലേത് കാരണത്താലാണ് എൻ്റെ ഭർത്താവ് അപകടത്തിൽ മരിച്ചത്? വിനീതയ്ക്ക് ഉത്തരം മുട്ടി. ഇവർ കുട്ടിക്കാലം മുതൽ അടുത്ത കൂട്ടുകാരാണ്. വിവാഹം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരപകടത്തിൽ ഉമ്മയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു. വലിയ പണക്കാരനായിരുന്നു. ഉമ്മയുടെ സൗന്ദര്യം കണ്ടാണ് വിവാഹം കഴിച്ചത്. മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാരിച്ച സമ്പത്ത് ഉമ്മയ്ക്കായി. ഞാൻ നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, ഇന്നലെ ഞാൻ വായിച്ച പുസ്തകത്തിൽ കണ്ടതാണ്, വിനീത വീണ്ടും പറഞ്ഞു. വായിക്കുന്നതിലും കേൾക്കുന്നതിലും നല്ലത് ആരുൾക്കൊള്ളുന്നു. പലരും തയ്യാറാകുന്നില്ല. വിനീത വിഷയം മാറ്റാൻ ഉമ്മയെ കൊണ്ട് ഐസ്ക്രീം പാർലറിൽ കയറി. ഐസ്ക്രീമും നിന്നെയും കാണാൻ ഒരുപോലെയുണ്ട്, വിനീത പറഞ്ഞു. ഉമ തിരിച്ചു ചിരിച്ചു. ഉമേ, ഭർത്താവിൻ്റെ വലിയ സമ്പത്ത് നിനക്കാണല്ലോ, വിനീത ആരാഞ്ഞു. അതിൽ 4 ഐസ് ഫാക്ടറിയിൽ തൊഴിലാളി പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് രൂക്ഷമാണ്. ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ മറ്റ് സ്ഥാപനത്തിലും ഇത് ബാധിക്കും. ഉമ നെടുവീർപ്പിട്ടു. വിനീത ഉമ്മയുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടു പറഞ്ഞു, ഉമ്മ വിഷമിക്കേണ്ട, എൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ വരും. എൻ്റെ ചേട്ടൻ നിന്നെ സഹായിക്കും. എല്ലാ പ്രശ്നങ്ങളും ചേട്ടൻ തീർത്തു തരും. ഉമ സന്തോഷപൂർവ്വം ഐസ്ക്രീം നുണഞ്ഞു. ഐസ്ക്രീം കാണാൻ നിന്നെപ്പോലെ തന്നെ. എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു. വിനീതയുടെ വാക്കുകൾ കേട്ട് ഉമ്മ നാണത്തോടെ കുനിഞ്ഞിരുന്നു. പുറത്ത് കാർ വന്നതിൻ്റെ ശബ്ദം കേട്ട് വിനീത കാറിൽ വന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി. ഉമ്മയുടെ തൊഴിൽ പ്രശ്നം വിശദമായി ധരിപ്പിച്ചു. അതിനെന്താ, ഇതൊക്കെ ഞാൻ നോക്കാം, ഭർത്താവ് വാക്കുകൊടുത്തു. കാറിൽ ഒന്നിച്ചു പോകാൻ തയ്യാറായ അവരെ സ്വന്തം സ്കൂട്ടറിൽ കയറ്റിവിട്ടു. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. സ്കൂട്ടർ മതി, വിനീത തറപ്പിച്ചു പറഞ്ഞു. ഉമേ, റോഡിൽ കുഴികൾ കാണും, ചേട്ടനെ പിടിച്ചിരിക്കണേ. അവർ ഒന്നിച്ചു പോകുന്നത് വിനീത നോക്കി നിന്നു. രാത്രി വിനീത ഭർത്താവിനോട് ഒന്നേ പറഞ്ഞോളൂ, നമുക്ക് 2 പെൺമക്കളുണ്ട്, അറിയാമല്ലോ. ബാങ്കിലൊന്നുമില്ല, വീടിൻ്റെ കടം വേറെയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉമയിൽ നിന്നും എങ്ങനെയെങ്കിലും പണം അടിച്ചു മാറ്റണം. ബുദ്ധി വേണം, ബുദ്ധി. വിനീത കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. എടി, കടം വീട്ടാൻ വേറെ വഴി നോക്കാം, ഇത് വേണോ? ഭർത്താവ് പതുക്കെ ചോദിച്ചു. ചേട്ടാ, നമ്മൾ ഉമയെ തുലയ്ക്കില്ല, കുറച്ച് തുക അടിച്ചു മാറ്റുന്നു, അത്ര തന്നെ. നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ ഭർത്താവ് ഒന്നും മിണ്ടാതെ കട്ടിൽ തിരിഞ്ഞു കിടന്നു. അപ്പോഴും വിനീത അടിച്ചു മാറ്റുന്ന തുക കൊണ്ട് സ്വന്തം ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ചിന്തിച്ച് കിടന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കൂടെ വിനീതയുടെ ആർത്തി സ്വപ്നങ്ങളും. ഭർത്താവ് എന്നും വീട്ടിൽ വരാറില്ല. രാത്രികളും വരാതെയായി. തൊഴിൽ പ്രശ്നം കാരണം രാത്രിയും ചർച്ചകളുണ്ടാകുന്നു. പതുക്കെ സ്വന്തം ജീവിതം തകരുമ്പോഴും അവൾ വന്നു ചേരുന്ന ധനം സ്വപ്നം കണ്ട് മുന്നോട്ട് നീങ്ങി. വഴിതെറ്റുന്നവർ. ഈ കഥ എഴുതിയത് ചെറുകര ശ്രീകുമാർ പൂജപ്പുര. മനസ്സിൻ്റെ തേങ്ങൽ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള കഥകളാണ് നിങ്ങൾ കേട്ടത്. വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ. തിരുവനന്തപുരം വട്ടപ്പാറ ശ്രീധരവിലാസത്തിൽ ശ്രീധരൻ നായരുടെയും തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെൺപകൽ കണിച്ചറ് വീട്ടിൽ സതിയമ്മയുടെയും 3 മക്കളിൽ രണ്ടാമനായി ജനിച്ച വ്യക്തിയാണ് ശ്രീകുമാർ. അദ്ദേഹത്തെ എന്നാണ് വിളിച്ചിട്ടുള്ളത്, വിളിപ്പേര്. കണിച്ചിറ എന്ന വലിയ കുടുംബത്തിൽ ജനനം ആയതിനാൽ, ആദർശ രാഷ്ട്രീയക്കാരനായ ശ്രീധരൻ നായരുടെ മകനായതിനാൽ നാട്ടിൽ വലിയ ബഹുമാനമായിരുന്നു. പേരും പ്രശസ്തിയും മാത്രമാണ് മിച്ചം.
അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഒരു സമൂഹ ജീവിയായി മാറിയ ശ്രീകുമാർ കണ്ണറവിള ബോധി വായനശാല പ്രസിഡന്റ് മുതൽ ധാരാളം സംഘടനകളുടെയും പ്രതിനിധിയായി പലരുടെയും ജീവിതം നേരിട്ട് കാണുവാൻ സാധിച്ചു. കഥകളും കവിതകളും അന്ന് ധാരാളം എഴുതി ജീവിതത്തിൻ്റെ ദുരിത ഓട്ടത്തിൽ പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഇദ്ദേഹം വിരമിച്ചത്. വട്ടിയൂർക്കാവ് കുലശേഖരം ആശുപത്രി ജീവിതം പലതര ജനങ്ങളുടെ വിഷമം അറിയാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കുലശേഖരത്തെ അല്ലെങ്കിൽ